ഇപ്പോൾ ഊട്ടിയിലെ കർണാടക ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലാണുള്ളത്. പാർക്കിംഗ് ഏരിയയിലൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. സാമാന്യം നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കർണാടക ഗാർഡൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നൊരു ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡനേക്കാളും കുറച്ചുകൂടി ചെടികളൊക്കെ ഡിസൈൻ ചെയ്ത് കിടക്കുന്നൊരു ഗാർഡൻ, ഭംഗിയുള്ള ഒരു ഗാർഡനാണ് ഈ കർണാടക ഗാർഡൻ. ഓക്കെ, ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. എല്ലാ ചെടികളും വളരെ മനോഹരമായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നവരെല്ലാം റെസ്റ്റിലാണ്. എത്ര സുന്ദരമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. കർണാടക ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയാണ്, ഇത് തന്നെയാണ്. ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ടുള്ള ചെടികൾ, ആ ചെടികൾ കട്ട് ചെയ്തതാണ് അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ചിലപ്പോൾ ഇത്രയും ചെടികൾ ഉണ്ടാവും, വീടിൻ്റെ തന്നെ മുറ്റത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കട്ട് ചെയ്ത, ഇതാ ആട് നോക്കി ഒന്ന്, നമ്മളെ മെല്ലെ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് മനോഹരമായ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. തുരങ്കം പോലുള്ള ഒരു വഴിയിലൂടെയാണ് ഇനി പോകുന്നത്. ഇതിങ്ങനെ ചുറ്റിലും കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് നല്ലൊരു തേയിലക്കാടും കാണാം. വലിയ രണ്ട് ജീവികളുടെ രൂപം അതേ ചെടിയിൽ തീർത്ത് വച്ചിരിക്കുന്നത് കാണാം. സുന്ദരമായ ഒരു മരം. ബോട്ടാണിക്കൽ ഗാർഡൻ ഫ്ലവേഴ്സിനെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇത്തരം ചെടികളെ കൊണ്ടാണ് കർണാടക ഗാർഡൻ നിറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഒരു ഗുഹാ കവാടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പല വഴികളാണ് ഇതിനുള്ളത്. ഒരു വഴി ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇതിൽ മനോഹരമായി വെട്ടി ഒതുക്കിയ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഇതൊക്കെ ചെടികളാണ്. ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക് പുതപ്പെട്ടതാണോ എന്ന് തോന്നിയൊക്കെ ചിലപ്പോൾ. ഇത് ചെടികളാണ്. മനോഹരമായിട്ടുള്ള ഒരു ലോങ് വ്യൂ ആണ്. കർണാടക ഗാർഡനിങ് താഴോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളിൽ ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. തേയിലക്കാടും ചുറ്റിലുമായിട്ട് ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം ഒരു ബ്രിഡ്ജാണ്. ആ ചെടി കൊണ്ട് തന്നെ മനോഹരമായി പണിതുണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണ് ഇത്. മനോഹരമായിട്ട് അതിന് ഡിസൈൻ ചെയ്ത് ഒരുക്കിയതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് പാലത്തിൻ്റെ താഴ്വശത്തു നിന്നുള്ള വ്യൂ ആണ്. പലതരം മൃഗങ്ങളെയും ഈ ചെടിയിലത് തീർത്ത് വച്ചിട്ടുണ്ട്. വിശാലമായ ആ പുൽമൈതാനിയിൽ ആളുകളൊക്കെ ഇരുന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഇടയിലൊക്കെ ഇതുപോലുള്ള പൂക്കളും ഗാർഡൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. വിശാലമായ ഒരു പുൽമേടാണ്. ബാവച്ചുകുട്ടി മെല്ലെ മെല്ലെ നടന്നു വരികയാണ്. ഗാർഡൻ്റെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ എന്തോ ഇതുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്ക് ഇതും പച്ച പണിഞ്ഞിട്ടുണ്ടാവും.
ഇനി വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ചെടികൾ കൊണ്ട് എത്ര മനോഹരമാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ട് വച്ചിട്ടുണ്ട് ഗാർഡനകത്ത്. ഒരു ചേച്ചി ചെടികളെ നനക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഭീകരമായിട്ടുള്ളൊരു സൗന്ദര്യമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. എത്ര വലിയ രീതിയിലാണ്, സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ പോലെയാണ് സത്യത്തിൽ ഇതിനെ. ഓ, എന്തൊരു ക്യാമറയിൽ കൊള്ളാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പരന്നെടുക്കുകയാണ്. ബേക്കൽ കോട്ടയുടെ ഇരുവശങ്ങളും കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയത് പോലെയാണ്. ഇപ്പോൾ വാച്ചുകുട്ടി തളർന്ന് ഇരിക്കുകയാണിപ്പോൾ. ഒരു 3 പേരുടെ ഉയരത്തിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യക്കുട്ടനെ ഇപ്പോൾ അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നോക്കാം എവിടെയാണ് പോയതെന്ന്. ആ ഹാ ഹാ ഹാ, അകത്ത് മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള ഭംഗിയാണ്. വാ, വീണ്ടും അങ്ങനെ പോവാണ്. വഴിയുണ്ടെങ്കിൽ ഉണ്ട്, പുറത്തേക്കൊരു എക്സിറ്റ് ഉണ്ട്. വീണ്ടും ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിലേക്കാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇനിയൊരു വാട്ടർ ഫൗണ്ടൈനിലേക്കുള്ള യാത്രയാണ്. ചെടികളുടെ അത്ഭുതം തൽക്കാലം അവസാനിക്കുകയാണ്. ഇനി വാട്ടർ ഫൗണ്ടൈൻ ആരംഭിക്കുന്നു. ഇതൊരു വാട്ടർ ഫൗണ്ടൈനാണ്. നട്ടുച്ച സമയമാണ്, എങ്കിലും വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വച്ചിട്ടുണ്ട്. അത് ഉച്ചയ്ക്കും അതിൻ്റെ ഭംഗി വളരെ രസകരമായിട്ടുണ്ട്. ചെറിയൊരു ചെക്ക് ഡാമും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ ഇനി വെള്ളം വരുന്നു എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ഒരുപക്ഷെ അത് മോട്ടറിൽ പമ്പ് ചെയ്തിട്ട് എന്താ വെള്ളം വരുന്ന വഴി ഇവിടെയുണ്ട്. ഓക്കെ, മുകളിലെവിടെയോ ഒരു അരുവിയുണ്ട്, അതിങ്ങനെ ഒഴുക്കി ഇങ്ങോട്ട് വിട്ടതാണെന്ന് തോന്നുന്നു. യെസ്, ഇതാ അടുത്ത കാണുന്നത് ഒരു തൂക്കുപാലാണ്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതതിൻ്റെ സൗന്ദര്യം താഴ്ന്ന് കണ്ടാൽ മനസ്സിലാവില്ല, നമുക്ക് മുകളിൽ പോയിട്ട് നോക്കണം. ഇതാ ഇവിടെ രണ്ടാമത്തെ ചെക്ക് ഡാം. മൂന്നാമത്തെ ചെക്ക് ഡാം. ഇങ്ങനെ താഴോട്ട് ചെക്ക് ഡാമുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം വാട്ടർ ഫൗണ്ടൈനിൻ്റെ സ്ഥലമാണ്. മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഇത് നല്ല ഒരു ഡിസ്പ്ലേ ഉണ്ടാവുമായിരിക്കാം. ഗാർഡൻ്റെ മാറ്റ് കൂട്ടുന്ന രീതിയിൽ അക്കരെ കുന്നിൽ തേയില ഇങ്ങനെ പച്ച വിരിച്ച് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ആ തൂക്കുപാലത്തിലേക്ക് നല്ല കയറാൻ വേണ്ടി പോവുകയാണ്. അതിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. തൂക്കുപാലം, യെസ്, ഇതാണ് തൂക്കുപാലം. ഇതിൻ്റെ വഴി കുറച്ചപ്പുറത്താണ്. അങ്ങനെ തൂക്കുപാലത്തിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. തൂക്കുപാലം ഇതാ ഇങ്ങനെ നിവർന്ന് നിൽക്കുകയാണ്. മെല്ലെ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. തൂക്കുപാലത്തിലേക്ക് മെല്ലെ കയറുകയാണ്. തൂക്കുപാലം ആരംഭിക്കുന്നു. ഇവിടെ പാലത്തിൽ നിറയെ ആളുകളാണ്. ഗാർഡൻ്റെ ഭംഗി ഇവിടെ കൃത്യമായിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. താഴെയും മുകളിലുമായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഗാർഡൻ. നമുക്ക് പാലത്തിലൂടെ മെല്ലെ ഒന്ന് പോകാം. പാലത്തിൽ ചെറിയൊരു ആട്ടമുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു പേടിയുണ്ട്. താഴെ എത്ര മനോഹരം, നേരത്തെ കണ്ട ഫൗണ്ടൈനൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ പാലത്തിൽ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഭീകരമായ കാഴ്ചയാണ് താഴോട്ട്. ഒരു 100 മീറ്ററെങ്കിലും ഉയരത്തിലായിരിക്കും
പാലം പടുത്തിട്ടുണ്ടാവുക. തേയിലക്കാട് ഗാർഡനകത്ത് തന്നെ ഉണ്ട്. പാലം അവസാനിക്കാൻ പോവാണ്. ഗാർഡൻ്റെ മറ്റൊരു സൗന്ദര്യം കൂടിയാണ് ഈ തൂക്കുപാലം. അപ്പോൾ ഇവിടെ നമുക്ക് ആ പാലം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ഇതുവഴിയാണ് ഇപ്പോൾ കടന്നു വന്നത്. ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും ഈ ഗാർഡനുകളുടെ പ്രത്യേകത അവിടെ പൂക്കളായിരുന്നു കൂടുതലെങ്കിലും ഇവിടെ ചെടികളാണ്. പ്രത്യേക ഡിസൈനിൽ ഒരുക്കി വച്ചിരിക്കുന്ന ചെടികളാണ്. അതിനുമപ്പുറം ഈ മനോഹരമായ തൂക്കുപാലവും താഴെ കാണുന്ന ചെക്ക് ഡാമുകളും ഫൗണ്ടൈനുമാണ്. ഇതുവരെ നിങ്ങളുമായിട്ട് സംവദിച്ചത് സുരേന്ദ്രൻ ബേത്തൂർപ്പാറ.